ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകാനാട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ടാണ് ഈ മൂടി കെട്ടി പോകുന്നത്. പക്ഷേ അതിലൊരു കാര്യമില്ല. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോയപ്പോഴാണ് കുറേ പൈനാപ്പിൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പിച്ചാൻ പറ്റില്ല. അങ്ങനെ അവിടെ പോയപ്പോൾ കുറേ പൂക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്ത് വെച്ചാട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. പിന്നെ ഇത് കണ്ടപ്പോൾ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായോ? അതെ, ചടയമംഗലത്താണ് കേട്ടോ. ഇതൊക്കെ പണിയുന്നതിന് മുന്നേ പണ്ട് ഞങ്ങളെല്ലാം ഇവിടെ പോയിട്ടുണ്ട്, പക്ഷേ ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. അവിടെ അടുത്തൊരു ബേക്കറിയിലൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ വീണ്ടും അവിടെ തന്നെ അമ്പലമാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ സുമി ഇത് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ വീടെത്തറ അവിടെ ഇങ്ങനെ മൊത്തം പച്ചപ്പ്, വയലും അതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തുള്ള സ്ഥലങ്ങളൊക്കെ. നല്ല രസമല്ലേ കാണാൻ. അവിടെ എത്തിയപ്പോഴേ ഒരുത്തി ഇന്നിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നെ പരിചയമില്ലായിരുന്നു അധികം. പിന്നെ ഞാൻ എടുത്ത് എൻ്റെ കയ്യിലൊക്കെ വന്നപ്പോൾ പിന്നെ റെഡിയായി. പിന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ചാമ്പയ്ക്ക് തിന്നുന്ന പോലെ കാണിക്കാം, പക്ഷേ ആൾ സ്റ്റക്കായിപ്പോയി. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞാൻ ഒരു ആപ്പിളൊക്കെ കൊടുത്ത് സോപ്പിട്ട് നിർത്തി കേട്ടോ. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചേട്ടൻ്റെ മോളും ചേച്ചിയുടെ മക്കളും കൂടെ ഭയങ്കര കളി. അതെല്ലാം കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. കൊച്ചു പിള്ളേരായിരുന്നു മതി. പിന്നെ ഞാനൊരു കപ്പ് കേക്കൊക്കെ എടുത്ത് കഴിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഇവളുമാരുടെ കളിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വല്യമ്മയും ചേച്ചിമാരും എല്ലാവരും കൂടി ഇരുന്ന് ചക്കയൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തിന്നാൻ പറ്റില്ല, പല്ല കമ്പിയിട്ടില്ലേ. അതിന് പിന്നെ ഒരു അലുവയൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ വല്യമ്മ അവിടെ നിന്ന് മുല്ലപ്പൂവൊക്കെ എടുത്ത് ഇങ്ങനെ മാല പോലെ കെട്ടിത്തന്നു. പിന്നെ ഞങ്ങൾക്ക് വിശന്ന് അങ്ങനെ ചോറുണ്ണാൻ പോയി കേട്ടോ. ഞാൻ എന്തായി ചെയ്യുന്നത് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക മീനാക്ഷി. അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ ചേച്ചി പോയപ്പോൾ അതിൻ്റെ പുറകെ ഞാനും പോയി. ഒന്നും കഴിക്കത്തില്ല കേട്ടോ, പന്നിയെ കാണിച്ച് പേടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കഴിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് തുണിയൊക്കെ എടുക്കാൻ നേരത്ത് ഞങ്ങളുടെ കൂടെ സഹായിക്കാൻ കയറിയത് ഒരാൾ. എന്നിട്ട് മടക്കി എൻ്റെ കയ്യിൽ തരും, പിന്നെ അതുപോലെ ഞാൻ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കും. അതായിരുന്നു പരിപാടി. ഇവളുടെ വീഡിയോ എടുത്ത് കണ്ടപ്പം മറ്റൊക്കെ സഹിച്ചില്ല. അങ്ങനെ അവളെന്നെ വിളിച്ച് അവളുടെ വീഡിയോ എടുപ്പിക്കുന്നത് നിങ്ങൾ കാണും. പിന്നെ ഒടുക്കത്തെ മഴയായിരുന്നു, ഭയങ്കര മഴ. ഞാൻ വിചാരിച്ചെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോകാനേ പറ്റില്ല. അങ്ങനെ മഴ ആസ്വദിച്ച് പഴം തിന്നുന്ന കുട്ടികളെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന അവളുടെ വിചാരം. പിന്നെ മഴയൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം പുറത്ത് നിന്നു. കുറേ നേരം കളിച്ച് ക്ഷീണിച്ച് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും കിടന്നങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞ് ഞാനും മീനാക്ഷിയും കൂടെ ഒരു മുട്ടായി കട്ട് തിന്നു. പിന്നെ ഒരു ചായയൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കുടിക്കുകയായിരുന്നു. അതിൻ്റെ പുറകെ കുഴലപ്പം വന്നു, ചിപ്സ് വന്നു, എല്ലാം ഞാൻ ഒന്നും വിടാതെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് പൂവൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു തലയിൽ, ചുമ്മാ വെറുതെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകുമ്പോഴാണ് കുറേ താറാവിനെ കണ്ടത്. എന്ത് രസമല്ലേ വയലൊക്കെ കാണാനായിട്ട്. ഞാൻ കുറേ നേരം ഇങ്ങനെ വീഡിയോയും ഫോട്ടോ എല്ലാം എടുത്ത്. മഴ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റ് നല്ല രസമല്ലേ. ഞാൻ അമ്മയടുത്ത് എന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അമ്മ എന്നെ ഒഴിച്ച് ബാക്കി എല്ലാം വീഡിയോ എടുക്കും. എന്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്തായാലും വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോയി. നല്ലൊരു ക്ലൈമറ്റ് അല്ലേ ഇത്, മഴ കഴിഞ്ഞിട്ടുള്ള. കാറ്റ് മുഖത്തടിക്കുമ്പോൾ ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്, പക്ഷേ എന്തിനാണ് ഞാൻ ഇത്രയും അന്തം വിട്ട് ചിരിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ കടയിലോട്ട് വന്ന് വാട്ടർമെലണൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീടെത്തിയപ്പോൾ വിശന്നു. അങ്ങനെ ഏത്തപ്പഴം നെയ്യിലിട്ട് പൊരിച്ചുകൊണ്ട് അമ്മ വന്നപ്പോൾ ഫോർക്ക് അവന് വേണമെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.